MD പറ്റി പറഞ്ഞാൽ തീരാത്ത അത്ര സാഹിത്യ സംഭാവനകൾ മലയാളത്തിനുണ്ട്. അത് ഒരു മണിക്കൂറിലോ ഒരു ദിവസമോ പറഞ്ഞാൽ തീരുന്നതല്ല. 7 പതിറ്റാണ്ട് കാലം അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു വെച്ച കഥയുടെ ഒരു പ്രത്യേക ലോകമുണ്ട്. കഥയുടെ വലിയ ഒരു കാലമുണ്ട്. അത് അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷേ അദ്ദേഹം എഴുതി വച്ച കഥകളിലൂടെ, അദ്ദേഹം എഴുതി വച്ച സാഹിത്യത്തിലൂടെയും, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയിലൂടെയും അദ്ദേഹം വരും തലമുറയിലും ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ശ്രീ എൻ നന്ദകുമാർ ഈ അവസരത്തിൽ MD ഇല്ലാത്ത മലയാളം അങ്ങ് എങ്ങനെ കാണുന്നു? അത്യന്തം വളരെ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും MT പോലെയുള്ളൊരു കഥാകാരൻ്റെ വേർപാട് മലയാളത്തിന് ഇനി ഏത് കാലത്താണ് നികത്താൻ സാധിക്കുകയെന്നറിയില്ല. കാരണം MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ തുടക്കം നേരത്തെ സൂചിപ്പിച്ച പോലുള്ള 7 പതിറ്റാണ്ടല്ല 77 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അത് പുരാതന ഭാരതത്തിലെ രത്നവ്യാപാരികളെക്കുറിച്ചുള്ള ലേഖനമായിരുന്നു. അദ്ദേഹത്തിന് അന്ന് വയസ്സ് 14 വയസ്സാണ്. 14 വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ സപര്യ അത് ഏകദേശം ഒരു 77 വർഷക്കാലത്തോളം അനുസ്യൂതം തുടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലയില്ല. അദ്ദേഹം കഥകളുടെ ലോകത്താണ് അദ്ദേഹം കൂടുതൽ വ്യാപരിച്ചിരുന്നെങ്കിലും അദ്ദേഹം നോവലിൻ്റെ മേഖലയിലുണ്ടായിരുന്നു, കഥയിലുണ്ടായിരുന്നു, തിരക്കഥാകൃത്തായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാടകം വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സമസ്ത മേഖലകളിലേക്കും കൈവരിച്ചിട്ടുള്ള MT വാസുദേവൻ നായരുടെ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിൻ്റെ നമുക്കത് എങ്ങനെയാണ് മലയാളി അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു പകരക്കാരനില്ലാത്ത അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കസേര അതിന് പകരക്കാരനില്ല. കാരണം നമ്മൾ കേരളത്തിന് വെളിയിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവരൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു മലയാളി എഴുത്തുകാരൻ ഇന്നിപ്പോൾ ജീവിച്ചിരുന്നത് MT വാസുദേവൻ നായർ മാത്രമാണ്. എല്ലാവരും ചോദിക്കുന്ന MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ സിംലയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോകുന്ന സമയത്തും പാരീസിൽ പോകുന്ന സമയത്തും ഷാർജയിൽ പോകുന്ന സമയത്തും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് സാധാരണ MT വാസുദേവൻ നായരെ കുറിച്ചിട്ടാണ്. അങ്ങനെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു അഭിമാന സ്തംഭമായിരുന്നു MT വാസുദേവൻ നായർ. അത്തരത്തിലൊരു മഹാന്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ വളരെ ദിവസങ്ങളോ മാസങ്ങളോ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണെങ്കിലും നിലവിലെ ആ കസേര ഒഴിഞ്ഞു തന്നെയാണ്, അത് ദീർഘകാലം കിടക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല. ശ്രീ EN നന്ദകുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യ ലോകത്ത് നോക്കുമ്പോൾ MD എഴുതി വെച്ച നിരവധി കഥകളുണ്ട്, നിരവധി നോവലുകളുണ്ട്. അത് കാലങ്ങൾ കടന്ന് അത് വായിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല കൃതികളും ചലച്ചിത്ര രൂപത്തിലാണ് സാധാരണക്കാരിലേക്ക് എത്തിയത്. സാധാരണ സാഹിത്യത്തെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കഥകൾ വായിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളിലേക്ക് MD എത്തിയത് സിനിമയിലൂടെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഭൂരിപക്ഷം മലയാളികളും മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തെയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയെയും നമ്മൾ രണ്ടായി കാണണോ അതോ ഒരേ വീക്ഷണകോണിൽ വേണോ അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെ കാണാൻ? ശ്രീ നന്ദകുമാർ. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് MT വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകൾ തന്നെയാണ് സമസ്തവും. അദ്ദേഹത്തിൻ്റെ കഥയെഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ നോവലെഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണം ആയാലും കൊള്ളാം, എല്ലാം എന്ത് അദ്ദേഹം ചെയ്താലും മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു സർക്കസ് കൂടാരത്തിൽ പോയിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ആ സർക്കസ് കൂടാരത്തിൽ പോയ സമയത്ത് സർക്കസ് കൂടാരത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഏറ്റവും വേദനാനിർഭരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച് അതിനെ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കുന്ന കഥയാണ് വളർത്തുമൃഗങ്ങൾ. അത് പിന്നെ പിൽക്കാലം സിനിമയായി. പക്ഷേ സിനിമയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
അദ്ദേഹം ആ സർക്കസ് കൂടാരം കാണുന്ന സമയത്ത് സർക്കസിൻ്റെ നമ്മുടെ മുമ്പിൽ സാധാരണ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സർക്കസിലെ കലാകാരന്മാർ നമ്മളെല്ലാവരും ആ കലാകാരന്മാരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എം ടി വാസുദേവൻ നായർ അവരെ കണ്ടത് അങ്ങനെയല്ല. എം ടി വാസുദേവൻ നായർ അവരെ കണ്ടത് ആ സർക്കസ് കൂടാരത്തിൻ്റെ സർക്കസിന് പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ് അതിന് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ദീക്ഷണാശാലിയായിരിക്കുന്ന ഒരു സാഹിത്യകാരൻ്റെ ഒരു പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചത്. അതാണ് പിൽക്കാലത്ത് സിനിമയിലും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് തന്നെ ആ സിനിമയെ മലയാളി അതിന് നെഞ്ചോട് ചേർക്കാൻ കാരണം വാസ്തവത്തിൽ എം ടി വാസുദേവൻ നായരുടെ ആ ചില പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നിരവധി സിനിമകൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഈ സിനിമകൾക്കെല്ലാം തന്നെയുള്ളത് ജീവിത സ്പർശിയാണ് ഈ കഥകളെല്ലാം അത് നമ്മളെ സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വേറെ സവിശേഷത നോക്കൂ. നമ്മുടെ എല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ വ്യക്തിക്കും തോന്നാവുന്ന രീതിയിലാണ് ഈ കഥ ഞാനുമായി ബന്ധപ്പെട്ടുള്ളതാണോ? കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥകൾക്കെല്ലാം എൻ്റെ അച്ഛൻ്റെ ഛായയുണ്ട്, എൻ്റെ അമ്മയുടെ ഛായയുണ്ട്, അവിടെയുള്ള ഭ്രാന്തൻ വേലായുധൻ ചേട്ടന് എൻ്റെ ഗ്രാമത്തിൻ്റെ സ്വഭാവമുണ്ട്, മാളുവെടുത്തിക്ക് എൻ്റെ അമ്മയുടെ ഛായയുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഛായയുണ്ട്. ഈ തരത്തിൽ ജ്യേഷ്ഠാനുജന്മാരുടെയും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെയും എല്ലാം കഥ പറയുന്ന എം ടി വാസുദേവൻ നായർ അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലാണ്. വള്ളുവനാടൻ ശൈലിയിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ആ കഥകൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിലെ കഥാപാത്രങ്ങൾ, അതിൽ അദ്ദേഹത്തിന് എം ടിയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കഥാകാരനെ കാണേണ്ടത് കഥാകാരൻ്റെ വ്യക്തിജീവിതത്തെ നോക്കിക്കൊണ്ടായിരിക്കരുത്, കഥാകാരൻ്റെ എഴുത്തിനെ നോക്കിക്കൊണ്ടായിരിക്കണം എന്ന് എം ടി വാസുദേവൻ നായർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി അത് നമ്മുടെ എല്ലാം ജീവിതവുമായിട്ട് വളരെയധികം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. നമുക്കെല്ലാം ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് എം ടി എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ ഗ്രാമീണനും ഓരോ മലയാളിയും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് സിനിമയുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ പോലും സിനിമയേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം സാഹിത്യത്തിലൂടെ സിനിമയെ നോക്കിക്കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരെ സംബന്ധിച്ചുണ്ടാവാം. കാരണം പലർക്കും എം ടി വാസുദേവൻ നായർ പലതരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. അതാണ് ആർക്കും ഏത് തരത്തിലും നോക്കിക്കാണുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിശാല ഹൃദയത്വം എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വീക്ഷണം ഇത്തരത്തിലാണ് എന്നുള്ളത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എം ഡി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ നന്ദകുമാർ പറയുന്നുണ്ടല്ലോ, വ്യക്തികളെയും സാഹിത്യകാരനെയും രണ്ടായി കാണണം, വ്യക്തിജീവിതവും സാഹിത്യവും രണ്ടായി കാണണം എന്ന് എം ഡി പറഞ്ഞു വെക്കുമ്പോൾ, എം ഡി എന്നുള്ള മനുഷ്യനെ മാത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു പരുക്കനായ മനുഷ്യൻ, ആളുകളോട് അത്ര പെട്ടെന്നൊന്നും സൗഹൃദം സ്ഥാപിക്കാത്ത, ഒരാളെ കണ്ടാൽ അത്ര പെട്ടെന്നൊന്നും ചിരിക്കാൻ കൂട്ടാക്കാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പറയാം തൻ്റേടിയായ ഒരു എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പരുക്കൻ സ്വഭാവം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിലൊന്നും ആ പരുക്കൻ സ്വഭാവമില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളും അവിടുത്തെ പുഴകളും അവിടുത്തെ ഓലമേഞ്ഞ വീടുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്. അവിടുത്തെ പട്ടിണികളുണ്ട്, അവിടുത്തെ സങ്കടങ്ങളുണ്ട്. അപ്പോൾ എം ഡി എന്നുള്ള സാഹിത്യകാരനെയും മനുഷ്യനെയും നമ്മൾ രണ്ടായി തന്നെ കാണണം എന്നുള്ളതല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്? ശ്രീ നന്ദകുമാർ. അല്ല, തീർച്ചയായിട്ടും അതാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ ഗ്രാമമാണ്, കൂടല്ലൂരാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ കഥകൾക്കെല്ലാം ഒരു കൂടല്ലൂരിൻ്റെ സ്പർശമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൂടല്ലൂർ താമസിക്കുന്ന ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് ഈ ചിലർക്ക് തോന്നാം എം ടി വാസുദേവൻ നായർ പരുക്കനാണെന്ന് തോന്നാം. എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഒരു അഭിപ്രായം അങ്ങനെയില്ല. കാരണം ഒരുപക്ഷെ സാധാരണ ചിരിക്കാത്ത, എന്നാൽ അപൂർവമായിട്ട് മാത്രം ചിരിക്കുന്ന എം ടി വാസുദേവൻ നായരുണ്ട്. നമ്മൾ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് പലരും പറയാറുണ്ട്, അദ്ദേഹം നമ്മളെ വേണ്ട രീതിയിൽ സ്വീകരിക്കില്ല എന്ന് പറയുക. പക്ഷേ എന്നെപ്പോലെ സാധാരണക്കാരൻ്റെ അനുഭവം പോലും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ച് ഇരുത്തുന്ന ഒരു സ്വഭാവം എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതാണല്ലോ തിരിച്ചു കിട്ടുക. അത് എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തനി ഗ്രാമത്തിൻ്റെ
പുത്രനാണ് ശരിക്കും അദ്ദേഹത്തെ ഈ ഗ്രാമത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അതുകൊണ്ട് അവിടെയുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ചു വന്നതെന്നാണ് എൻ്റെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എൻ്റെ നിഗമനം. ഈ വിമർശകർ, എല്ലാ എഴുത്തുകാർക്കും വിമർശകരുണ്ടായിരിക്കുമല്ലോ. ഈ എം ഡിയുടെ എഴുത്തിനെ പറ്റി ചില വിമർശനങ്ങൾ കണ്ടത്, അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ ദുഃഖവും സങ്കടവും പ്രയാസങ്ങളും മാത്രമാണ് മുന്തി നിൽക്കുന്നത്. സന്തോഷവും ആഹ്ലാദവും പകരുന്ന നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെ കുറവാണ്. ചലച്ചിത്രങ്ങളിൽ അതുണ്ടാകാം. ഒരു സിനിമ എന്നുള്ള നിലയിൽ ആ സിനിമയുടെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി അതിൽ സന്തോഷങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, വിരഹങ്ങളുണ്ടാകാം. പക്ഷേ കഥകളിൽ അദ്ദേഹത്തിൻ്റെ കഥകളെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ദുഃഖഭാവങ്ങൾക്ക്, മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, നൊമ്പരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയ കഥകളാണ് അദ്ദേഹം എഴുതി വച്ചത് എന്നുള്ള വിമർശനപരമായ സമീപനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു നന്ദകുമാർ? അല്ല, ആ തരത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. കാരണം എം ടിയുടെ കഥകൾ വായിച്ചിട്ടുള്ള എല്ലാവരും സംബന്ധിച്ചറിയാം, അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവമാണ് അതിനകത്തുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലുള്ള അവസ്ഥ അത്ര പരമദയനീയമായിരുന്നു. ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകൾ അധിവസിച്ചിരുന്ന ഭൂമിയാണ് നമ്മുടെ ഗ്രാമങ്ങൾ. അവിടെ തൊഴിലുണ്ടായിരുന്നില്ല അവർക്ക് പലർക്കും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിൽ, കൂടല്ലൂർ പോലൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന എം ടി വാസുദേവൻ നായർക്ക് അവിടുത്തെ വിശപ്പിൻ്റെ വിളി അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു. ആ വിശപ്പിൻ്റെ വിളി അദ്ദേഹത്തെ പോലൊരാളാണല്ലോ നമ്മളോട് അറിയിക്കേണ്ടത്. ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട അദ്ദേഹമാണല്ലോ. അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായിട്ട് വിളിച്ചു പറഞ്ഞു. അത് അദ്ദേഹം മാത്രമല്ലോ. ആ തരത്തിൽ ആരോപണം ഒരു പരിധിവരേക്ക് ടോൾസ്റ്റോയുടെ കഥകളെ സംബന്ധിച്ച് നേരത്തെ ഇത്തരത്തിൽ ആരോപണങ്ങളുണ്ടായിരുന്നു. എണ്ണപ്പെട്ട പല വിഖ്യാതരായിരിക്കുന്ന എഴുത്തുകാരെ സംബന്ധിച്ചും അവരുടെ എല്ലാ രചനകൾക്ക്, ഗ്രാമീണ ഭംഗിയുള്ള രചനകൾക്ക്, അല്ലെങ്കിൽ ജീവൽസ്പർശിയായിരിക്കുന്ന രചനകൾക്ക്, ആ രചനകൾക്കെല്ലാം ഈ തരത്തിലൊരു ദുഃഖകഥകൾ തന്നെയാണ് അവർക്ക് പറയേണ്ടി വരിക. ഈ സന്തോഷത്തിൻ്റെ കഥകൾ പറയുന്നത് പലപ്പോഴും സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിന് വലിയ പ്രായോഗികത ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ കഥകൾ എഴുതുന്നവരെ സംബന്ധിച്ച് ആ കഥകൾക്ക് അതിന് ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് സ്പർശിക്കുന്ന സമയത്ത് ആളുകളുടെ സാധാരണക്കാരൻ്റെ നൊമ്പരം അത് ഒപ്പിയെടുത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം എഴുത്തുകാരനെ സംബന്ധിച്ചുണ്ട്. ആ ദൗത്യമാണ് വാസ്തവത്തിൽ വാരണാസിയിലടക്കം കൃത്യമായിട്ട് എം ടി വാസുദേവൻ നായർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ തരത്തിൽപ്പെട്ട സാധാരണക്കാരൻ്റെ നൊമ്പരത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ അതലിയിക്കുന്ന കഥകൾ അദ്ദേഹം വളരെ എന്താ പറയുക, ഏറ്റവും സാധാരണ രീതിയിൽ നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട് എം ടി വാസുദേവൻ നായരെ കുറിച്ച് മറ്റൊരു ആക്ഷേപം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, കാർക്കശ്യക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ എഴുത്തിന് കാർക്കശ്യമില്ല എന്നാണ്. കാരണം എഴുത്തിന് കാർക്കശ്യമില്ലപ്പാ. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എം ടി വാസുദേവൻ നായർ സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ്റെ ഇടയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖഭാവത്തിൽ ചിരി വരാതിരിക്കാൻ പോലും കാരണം ആ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ കടുത്ത ദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തെ കണ്ടുകൊണ്ടായിരിക്കാം, അവിടെയുള്ള ആളുകളെ ഓർത്തിട്ടായിരിക്കാം അദ്ദേഹത്തിന് ചിരി വരാതിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമവുമായിട്ട് അദ്ദേഹം ഇഴുകിച്ചേരുന്ന സമയത്ത് അത്തരത്തിൽപ്പെട്ട രചനകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടിയിരുന്നതും വന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ അത്തരം രചനകളെ വളരെ സന്തോഷത്തോടു കൂടിക്കൊണ്ട് അത്തരം കഥകൾ വായിക്കാൻ ഉള്ള സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. നന്ദകുമാർ, അതേപോലെ മറ്റൊരു കാര്യം, എം ഡിയുടെ കാലം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥയുടെ ലോകത്ത് പുതു പ്രതീക്ഷകൾ അല്ലെങ്കിൽ പുതിയ കഥാകാരന്മാരൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ചലച്ചിത്ര ലോകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചലച്ചിത്ര ലോകവും സാഹിത്യ ലോകവും തമ്മിൽ അഭേദ്യമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ONV കുറുപ്പ്, അദ്ദേഹം നല്ല കവിയായിരുന്നു. അതേപോലെ തന്നെ സമാനമായ നിലയിൽ അതിമികച്ച ഗാനരചയിതാവുമാണ്. അതേപോലെ തന്നെ എം ഡി നല്ല കഥാകാരനാണ്, സമാനമായ നിലയിൽ നല്ല തിരക്കഥാകൃത്തുമാണ്. അത്തരത്തിലുള്ള രണ്ട് മേഖലകളും കൃത്യമായി അടയാളപ്പെടുത്തുന്ന വയലാറാണെങ്കിൽ പോലും കൃത്യമായി നല്ല കവിതകൾ എഴുതുന്ന ആളാണ്. പക്ഷേ വയലാർ ഗംഭീരമായി ചലച്ചിത്ര ഗാനങ്ങളും എഴുതുന്ന ആളാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കാര്യം, ഇങ്ങനെയുള്ള സാഹിത്യ പ്രതിഭകൾ ചലച്ചിത്ര ലോകത്തിലേക്ക് ഇണങ്ങി നിന്നപ്പോൾ മെച്ചപ്പെട്ട ചലച്ചിത്രങ്ങൾ ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഗാനങ്ങളിൽ പോലും
വളരെയധികം അർത്ഥമുള്ള ഗാനങ്ങൾ കാലങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ MD പോലുള്ള ആളുകൾ മാറുമ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ വിടവ് ചലച്ചിത്ര ലോകത്തിന് അനുഭവപ്പെടുകയല്ലേ ശ്രീ നന്ദകുമാർ? അത് MT ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത്തരത്തിൽ വിടവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് MTയുടെ കാലത്തിന് ശേഷം എന്നുള്ള വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ സിനിമകളെ സംബന്ധിച്ച് അതൊരു സിനിമയുടെ കുഴപ്പമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമകളെ സംബന്ധിച്ച് ഒരു കഥയിൽ നിന്നാണോ തിരക്കഥ എഴുതുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന പലപ്പോഴും തിരക്കഥകൾ തന്നെയാണ് ആദ്യം തന്നെ എഴുതുന്നത് ഇപ്പോൾ പലരും. ആ തിരക്കഥകളിൽ നിന്നാണ് സിനിമകൾ രൂപം കൊള്ളുന്നത്. ആ സിനിമകൾ സാധാരണ കഥകൾക്കാണ് പലപ്പോഴും കുടുംബ പശ്ചാത്തലങ്ങൾ ഉണ്ടാവുന്നത്. അതിലാണ് പലപ്പോഴും ജീവൻ്റെ ഒരു തുടിപ്പ് പലപ്പോഴും കഥകൾ ഉണ്ടാവുന്നത്. ആ കഥകളിലാണ് അമ്മയുള്ളത്, ആ കഥകളിലാണ് അമ്മൂമ്മയുള്ളത്, ആ കഥകളിലാണ് മുത്തച്ഛനുള്ളത്, ആ കഥകളിലാണ് ഭ്രാന്തൻ വേലായുധൻ ഉണ്ടാവുന്നത്. ഈ തരം കാര്യങ്ങളിലൊന്നും ഒരുപക്ഷെ പുതിയ കഥകൾ വേണം എന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ കഥാകാരന്മാരുടെ എഴുതുന്ന ചെറുകഥകളോ കഥകളോ അത് ആരെങ്കിലും തിരക്കഥകളാക്കുകയോ പുസ്തകമാക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചലച്ചിത്രമാക്കണമെന്നും നിർബന്ധമില്ല. അപ്പോൾ ചലച്ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ചേരുവകൾ ചേർക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണെങ്കിൽ പോലും അല്പം ചില രസക്കൂട്ടുകളെല്ലാം അതിനകത്ത് ചേർത്തുകൊണ്ട് അവർക്ക് ഉപയുക്തമായ രീതിയിൽ അവർ കഥകൾ തിരക്കഥകളാക്കിക്കൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കഥാകാരൻ്റെ സഹായം ഇല്ലാതെ കൊണ്ട് തന്നെ നേരിട്ട് തിരക്കഥാകൃത്ത് തന്നെ ഇത്തരം ദൗത്യങ്ങൾ നിർവഹിക്കുന്നതായിട്ടാണ് ഇന്നിപ്പോൾ കണ്ടുവരുന്നത്. അതിനെ പൊതുസമൂഹം അംഗീകരിച്ചു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് MT വാസുദേവൻ നായരുടെ കഥകൾ, T പത്മനാഭൻ്റെ കഥകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള M മുകുന്ദൻ്റെ കഥകൾ, ഈ തരത്തിൽപ്പെട്ട കഥകൾക്കെല്ലാം തന്നെ ചലച്ചിത്ര ലോകവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കവിതകൾ, പാട്ടുകൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ആ പാട്ടുകൾ വയലാർ രാമവർമ്മയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ S രമേശൻ നായരുടെ പാട്ടുകൾ, അവരൊക്കെ കവികളുമായിരുന്നു, ഗാനരചയിതാക്കളുമായിരുന്നു. അതേപോലെ തന്നെ കഥാകൃത്തുക്കളുണ്ടായിരുന്നു, തിരക്കഥാകൃത്തുക്കളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ തിരക്കഥാകൃത്തുക്കളും എഴുത്തുകാരാവണം എന്ന് നിർബന്ധമില്ല. അവർ തിരക്കഥകൾ എഴുതുന്നത്, സംഭാഷണങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് എല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ആ ചേരുവകളിൽ കഥകൾ ഉൾപ്പെടണം എന്ന് നിർബന്ധമില്ല. ഉൾപ്പെടാത്ത കഥകളെ കുറിച്ചിട്ട് നമ്മൾ വേവലാതിപ്പെടുന്നതിന് അർത്ഥമില്ല. കഥകളുടേതായിട്ടുള്ള ഒരു പുതിയ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ചിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായ കാര്യത്തെ സംബന്ധിച്ച്. നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അധികം വൈകാതെ ചർച്ചയിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ പോലും നന്ദകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വടക്കൻ കഥകളിൽ അടക്കം മലയാളികൾ ചിരപരിചിതമായി വിശ്വസിച്ചിരുന്ന പല കഥകളെയും അദ്ദേഹം തിരുത്തി കുറിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് വടക്കൻ വീരഗാഥ. ചതിയൻ ചന്തു എന്നുള്ള തരത്തിൽ മലയാളികൾ പാടി പഠിച്ച, അല്ലെങ്കിൽ മലയാളികൾ കേട്ടുപഠിച്ച, വായ്മൊഴിയായി പഠിച്ച കഥ അങ്ങനെയല്ല എന്ന് കൃത്യമായി മലയാളത്തിൽ അടയാളപ്പെടുത്താൻ, സാധാരണക്കാരിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ ആ സിനിമ കൊണ്ട് കഴിഞ്ഞു. അതിനുള്ള ചങ്കൂറ്റം ഉള്ള എഴുത്തുകാർ മലയാളത്തിൽ വളരെ കുറവല്ലേ?